നമ്മുടെ സ്വന്തം ചാനലായ ടോണിച്ചേട്ടൻ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ചാമങ്ങ കൊണ്ട് ഒരു അടിപൊളി ഐറ്റം നമുക്ക് ഉണ്ടാക്കാം. ഒരുപാട് വൈറ്റമിൻസും ഔഷധ ഗുണങ്ങളുമുള്ള ചാമങ്ങ നമ്മൾ ഒന്നോ രണ്ടോ അല്ലേ കഴിക്കുന്നത്. എന്നാൽ ഇതുപോലെ ഒരു കിടിലം ചാമങ്ങ തോരൻ വെച്ച് നോക്കൂ. ഇത് മുഴുവൻ നമ്മൾ കഴിക്കും. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയണ്ടേ? നമ്മൾ കുറച്ച് ചാമങ്ങ ഇവിടെ എടുത്തു വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വൃത്തിയായി കഴുകാം. ഇനി നമുക്ക് ഇത് നാലായി മുറിച്ച് അതിൻ്റെ കുഴുവും അഴുക്കും പൊടിയും കളഞ്ഞ് ഒന്നും കൂടി നമുക്ക് വൃത്തിയായി കഴുകാം. ഇനി നമുക്ക് കഴുകിയെടുത്ത ഈ ചാമങ്ങ കഷ്ണങ്ങളായി ഇതുപോലെ കനം കുറച്ച് നീളത്തിൽ അരിയാം. ഒരുപാട് ചെറുതായിട്ട് അരിയേണ്ട കേട്ടോ, നമുക്ക് നല്ല നീളത്തിൽ അരിയാം. ഒരുപാട് ചെറുതായിട്ട് അരിഞ്ഞാൽ അത് വെന്ത് കുഴഞ്ഞു പോകും. അതുകൊണ്ട് നമുക്ക് നല്ല നീളത്തിൽ തന്നെ അരിയാം. എന്ത് ഭംഗിയല്ലേ നമ്മുടെ ചാമ്പയ്ക്ക് എങ്ങനെ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നത് കാണാൻ. അടുത്തതായി നമുക്ക് തോരന് ആവശ്യമായ സാധനങ്ങൾ എടുത്തു വെക്കാം. ഇതിനായിട്ട് അരമുറി തേങ്ങ ചിരണ്ടിയത്, ഒരു സവോള ചെറുതായി അരിഞ്ഞത്, 3 തണ്ട് കറിവേപ്പില, 5-6 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്. ഇത്രയും മതി നമ്മുടെ സ്വാദിഷ്ടമായ തോരൻ തയ്യാറാക്കാൻ. നമ്മൾ തോരൻ വെക്കാനുള്ള ചട്ടി അടുപ്പത്തേക്ക് വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കുവാണേ. വെളിച്ചെണ്ണ അങ്ങോട്ട് തിളച്ച് കഴിയുമ്പോഴുണ്ടല്ലോ നമുക്ക് കുറച്ച് കടുകിടാം. കടുക് അങ്ങോട്ട് പൊട്ടി വരുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് കുറച്ച് കറിവേപ്പില അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കറിവേപ്പില അങ്ങോട്ട് വെളിച്ചെണ്ണയിലോട്ട് ഇടുമ്പോഴുണ്ടല്ലോ ഇന്ന സൂപ്പർ മണമാണെന്നറിയാവോ. കറിവേപ്പില അങ്ങോട്ട് വാടി വരുമ്പോഴുണ്ടല്ലോ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ചൊരു ഇളക്കി കൊടുക്കാം. പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇനി നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള ഇട്ട് കൊടുക്കാം. സവോള എല്ലാം ഇട്ടിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സവോള എല്ലാം അങ്ങ് വാടി വരുന്നത് വരെ നമുക്ക് ഇച്ചിരി നേരം ഇളക്കി കൊടുക്കാം. നമ്മുടെ സവോള എല്ലാം ഉണ്ടല്ലോ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള ചാമ്പങ്ങ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ചാമ്പങ്ങയിൽ ആവശ്യത്തിന് വെള്ളമുള്ളതുകൊണ്ട് നമുക്ക് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം കൂടി ഇനി നമുക്ക് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിന് ആവശ്യമായിട്ട് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടതിന് ശേഷം നമുക്ക് ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങ ഇതിനെ നടുക്കായി ഇട്ട് കൊടുക്കാം. നമ്മൾ ഇട്ട് കൊടുത്ത തേങ്ങയെ നമുക്ക് ചാമങ്ങയെല്ലാം ഉപയോഗിച്ച് മൂടിപ്പൊത്തി വെക്കാം. ഇനി നമുക്കിതൊരു മൂടി കൊണ്ട് അടിച്ചു വെക്കാം. കൂടുതൽ വേകാൻ അനുവദിക്കരുത് കേട്ടോ. മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് ആവി കൊണ്ട് ഉടനെ തുറന്നു നോക്കണം. ഇത്രയും മതി, നമ്മുടെ സ്വാദിഷ്ടമായ ചാമങ്ങ തോരൻ തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ പരുവത്തിൽ തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കണ്ടോ നമ്മുടെ ചാമങ്ങ തോരൻ? ആരും കണ്ടാലും കൊതിക്കും. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും മറക്കാതെ ഇത് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമ്മുടെ സ്വന്തം ചാനലായ ടോണിച്ചേട്ടൻ വ്ളോഗ്സിനെ ആരും മറക്കരുത് കേട്ടോ. എല്ലാവരും ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് ടോണിച്ചേട്ടൻ വ്ളോഗ്സ് വരുന്നതായിരിക്കും. ആരും അത് കാണാൻ മറക്കില്ല. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.